Good morning to all. Good morning, ma'am. Ma'am. Good Good morning, morning, ma'am. ma'am. Morning. Good morning, ma'am. Yeah, morning. Okay, start here. Ma'am. Start prayer. Good morning, ma'am, and my dear friends. I am Samna Sriju. I am the coordinator of today's class. First of all, I wish you a good day to everyone. So let's start with a prayer. I invite Binisha to prayer. Good morning, ma'am. Good morning, friends. I am Binsha from Alapi. God's love, it's so wonderful. God's love, it's so wonderful. God's love, it's so wonderful. Oh, wonderful love. It's so high, we can get over it. It's so deep, we can get under it. It's so wide, we can get around it. Oh, wonderful love. Thank you. I invite Nisia to sign in. Hi, hello, good morning to everyone. I am Nisya from Trivandrum. A very warm welcome to our teacher Ashwati and all my dear friends. I have successfully signed in our online class today and we are get ready to learn. Have a great day. Thank you. I invite Nurisa to present thought of the day. Good morning, Miss. Good morning, friends. My name is Nurisha from Alapura. All of us do not have equal talent, but all of us have an equal opportunity to develop our talent. Thought for APJ Abdul Kalam. Okay. So, എന്തൊക്കെയുണ്ട് വിശേഷംസ് കാണോ? How are you all? Good ma'am. Good, ma'am. Good ma'am. Okay. Yeah. Okay. എല്ലാവർക്കും സ്ക്രീൻ വിസിബിൾ അല്ലേ? ക്ലിയർ അല്ലേ? മ്യൂട്ട് ചെയ്യാട്ടോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പ്രോണൗൺ ആയിരുന്നു അല്ലെ? പ്രോണൗൺ ഒരു 8 പ്രോണൗൺ നമ്മൾ കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്തു. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ? Yes, ma'am. യെസ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ റിലേറ്റീവ് പ്രോണൗൺ. ഓക്കെ, റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത് നമുക്ക് സെന്റൻസ് അല്ലെ, ഒരു ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസ് വൈസ് ആണല്ലേ നമ്മൾ സംസാരിക്കാനും നമ്മൾ എഴുതുന്നത് സെന്റൻസ് വൈസ് ആണ്. ഓക്കെ, അപ്പോ രണ്ട് സെന്റൻസിനെയും കണക്ട് ചെയ്യുന്ന ഒരു മിഡിൽ പാർട്ടാണ് എന്ത് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ രണ്ട് സെന്റൻസിനെയും കൂടെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കണക്റ്റീവ് വേർഡ് ആണ്, ലിങ്കിങ് വേർഡ് ആണെന്നും പറയാം. ഓക്കെ, ഇറ്റ്സ് റിലേറ്റീവ് പ്രോണൗൺ. ക്ലിയർ? അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹൂ, ഹൂസ്, ഹൂം, വിച്ച് ആൻഡ് ദാറ്റ്. ഓക്കെ, അപ്പോ സെന്റൻസിലെ രണ്ട് പാർട്ടിനെയും അല്ലെ, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോണൗൺ ആണ് ഇത് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ റിലേറ്റീവ് പ്രോണൗൺ ഇവിടെ ഏതൊക്കെയാണ്? ഹൂ, ഹൂസ്, ഹൂം, വിച്ച് ആൻഡ് ദാറ്റ്. സംടൈംസ് നമ്മൾ വേറെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാവേ. അപ്പോ ഇത് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുമ്പോ എക്സാമ്പിൾ നോക്കിയേ. The girl who helped me is your sister. ഇവിടെ ഡാഷ് ആയിരിക്കും കേട്ടോ, fill in the blanks ആയിരിക്കും. റിലേറ്റീവ് പ്രൊണൗണിന് ക്വസ്റ്റ്യൻസ് വരുന്നത് fill in the blanks ആയിരിക്കും കേട്ടോ. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ടാവും, 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഇവിടെ the girl dash I helped me is your sister എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാം. The girl dash I helped
me is your sister. അപ്പോ നിങ്ങൾ ഇവിടെ who ആണോ whose ആണോ whom ആണോ ആഡ് ചെയ്യുക? അത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും അല്ലെ? ഓക്കെ, ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ നമ്മൾ whose whom ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ നമ്മൾ who whose whom ആണ് ആഡ് ചെയ്യുക. ഇനി തിങ്സോ അനിമൽസോ ആണെങ്കിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ അറിയാലോ, ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആര് ആരുടെ ആരെ എന്ന് ചോദിക്കൂ അല്ലെ. ഹു മീൻസ് ആര്, ഹൂസ് ആരുടെ, ഹു ആരെ. ഓക്കെ, ക്ലിയർ? അപ്പൊ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിലാണ് ഈ 3 റിലേറ്റീവ് പ്രൊണൗൺ നമ്മൾ യൂസ് ചെയ്യുക. തിങ്സ് അല്ലെങ്കിൽ അനിമൽസ് ആണെങ്കിൽ മാത്രമാണ് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാറ് കേട്ടോ. ഓക്കെ, അപ്പൊ തിങ്സ് അനിമൽസ് ആണെങ്കിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആണെന്ന് പറഞ്ഞു. അത് നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമാണ് അല്ലെ. സെന്റൻസിൽ കൊടുത്തിരിക്കുന്ന സബ്ജക്ട് അനിമൽസോ അല്ലെങ്കിൽ ഈ പറയുന്ന തിങ്സോ ആണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഏത് പ്രൊണൗൺ ആണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടത് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആയിരിക്കും. ഓക്കെ, സോ അപ്പോ അത് സിമ്പിൾ ആണ്. ഇനി ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ നമ്മള് പറയുന്ന ഹൂ അല്ലെങ്കിൽ ഹൂസ് ഓർ ഹൂം ആയിരിക്കണം. അതിൽ ഏതായിരിക്കും യൂസ് ചെയ്യേണ്ടത് എന്ന് കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? പറയൂ. ഇപ്പൊ ഇവിടെ the girl dash helped me is your sister. അവിടെ നിങ്ങൾക്ക് ഹൂ അല്ലെങ്കിൽ ഹൂസ് ഏതെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും അല്ലെ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിക്കോളൂ ഏതായിരിക്കും, ഹൂ ആണോ ഹൂസ് ആണോ, നമുക്ക് ഒരു ഒബ്വിയസ്ലി നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ് കേട്ടോ, സിമ്പിൾ ആണ്, ജസ്റ്റ് ചെറിയൊരു ട്രിക്ക് എന്ന് പറയാം. അതായത് ആ ഡാഷ് നിങ്ങള് ഞാൻ പറയുന്നത് നിങ്ങൾ നോട്ട്ബുക്കിൽ നിന്ന് എഴുതൂ കേട്ടോ. ഞാൻ പറയുന്നത് റിലേറ്റീവ് പ്രൊണൗൺ ഹെഡിങ് കൊടുക്കുക കേട്ടോ. റിലേറ്റീവ് പ്രൊണൗൺ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ ഹൂ ഹൂസ് ഹൂം എന്ന് എഴുതാം. ആൻഡ് അനിമൽസ് ഓർ തിങ്സ് ആണെങ്കിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് പ്രൊണൗൺ ആണ് അല്ലെങ്കിൽ റിലേറ്റീവ് പ്രൊണൗൺ യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാം. അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഒന്ന് പറയൂ കേട്ടോ. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഇല്ല മിസ്. എഴുതി കഴിയുമ്പോ പറയണേ. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ റിലേറ്റീവ് പ്രൊണൗൺ ഹെഡിങ് കൊടുക്കാം. അതിനുശേഷം ഹ്യൂമൻ ബീങ്സ് ആണ് സെന്റൻസിൽ സബ്ജക്ട് വൈസ് ആയിട്ട് വരുന്നതെങ്കിൽ അവിടെ ഹൂ ഹൂസ് ഹൂം ആണ്. ഇത്രയും ഈ 3 റിലേറ്റീവ് പ്രൊണൗൺ യൂസ് ചെയ്യാം. ദെൻ അനിമൽസ് ഓർ തിങ്സ് ആണെങ്കിൽ നമുക്ക് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ ബുക്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കാം കേട്ടോ. അപ്പൊ ഇറ്റ് ചേർക്കണ്ട അനിമൽസ് ആണെങ്കിൽ ഇറ്റ് വരത്തില്ലേ? ഇറ്റല്ല, ഇറ്റ് റിലേറ്റീവ് പ്രൊണൗൺ ഇല്ല കേട്ടോ. അത് സബ്ജക്റ്റിൽ വരുന്നതാണ്. ഓക്കെ, റിലേറ്റീവ് പ്രൊണൗൺ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അനിമൽസ് ഓർ തിങ്സ് ആണെങ്കിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് എന്ന് പറഞ്ഞു. പ്ലേസ് ആണെങ്കിൽ പ്ലേസ് ആണെങ്കിൽ നമ്മൾ വെയർ ആണ് യൂസ് ചെയ്യുക കേട്ടോ. പ്ലേസ് ആണെങ്കിൽ നമ്മൾ വെയർ ആണ് യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ എഴുതി വെക്കാം. അതിനുശേഷം ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാം, അത് എഴുതിയെടുക്കും കേട്ടോ. കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ പറയട്ടെ. The girl dash I helped yesterday. The girl dash I helped yesterday. The girl dash I helped yesterday. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഏതാട്ടോ. കഴിഞ്ഞോ? ഇത് കഴിഞ്ഞോ? The girl dash I helped yesterday. Okay, the next one. This is the pen. This is the pen. This is the pen dash I gave you. This is the pen dash I gave you.
This is the pen dash I gave you. Okay, can you? This, sorry. This is the boy. This is the boy. This is the boy. This is the boy. Dash is this is the boy. Dash is talking to me is my brother. This is the boy. Dash is talking to me is my brother. Just wait a second. The boy dash is talking to me is my brother. Okay, clear? Okay, the next one. This is the woman. This is the woman. This is the woman. Dash husband was arrested yesterday. This is the woman. Dash husband was arrested yesterday. This is the woman. Dash husband was arrested yesterday. Okay, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ഫോണില് ടൈപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ദെൻ ആൻസർ അടക്കം നിങ്ങൾ ഒന്ന് എനിക്ക് ടെക്സ്റ്റ് ചെയ്യൂ എല്ലാവരും കേട്ടോ. തെറ്റ് കുഴപ്പമൊന്നുമില്ല. നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? This is the woman. This is the woman. Dash husband was arrested yesterday. This is the woman. Dash husband was arrested yesterday. ടൈപ്പ് ചെയ്യുമ്പോൾ സെന്റൻസ് വൈസ് ആയിട്ട് ടൈപ്പ് ചെയ്യൂ കേട്ടോ. മിസ് തേർഡ് ഒന്നും കൂടെ ഒന്ന് വായിക്കാമോ? തേർഡ് ഏതാണ്? ഞാൻ ഇതൊക്കെ ആലോചിച്ച് പറയുന്നതാണ് കേട്ടോ, ഞാൻ എഴുതി വെച്ചതല്ല. ആരെങ്കിലും ഒന്ന് പറയാമോ? തേർഡ് വൺ ഏതായിരുന്നു? ഐ തിങ്ക് ദിസ് ഈസ് ദ ബോയ് ഡാഷ് ഈസ് അല്ലേ? അതെ അതെ. This is the boy dash is the taking to me is my brother. Okay, this is the boy dash is talking to me is my brother. This is the boy dash is talking to me is my brother. Okay, എത്ര ദിവസമായി ഇപ്പോ? 4. Okay, ഒരെണ്ണോട് എഴുതിക്കോളൂ. This is the this is the place, like this is the cafe. This is the cafe or a hotel, anything. Okay, this is the cafe. Dash we met. This is the cafe. Dash we met. This is the cafe. Dash we met. ഓക്കെ, അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, സെന്റൻസ് ടൈപ്പ് ചെയ്യുക. ദെൻ റിലേറ്റീവ് പ്രോണൗൺ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഒരുമിച്ച് ടൈപ്പ് ചെയ്യാം. 5 ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യാം കേട്ടോ, ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, മിസ്റ്റേക്സ് വരും, മിസ്റ്റേക്ക് വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, തെറ്റിക്കോട്ടെ. ഓക്കെ മാം ലാസ്റ്റ് ഒന്ന് പറഞ്ഞു ഏതായിരുന്നു? ദിസ് ഈസ് ദ കഫേ. ദിസ് ഈസ് ദ കഫേ ഡാഷ് വി മാറ്റ്. വി മാറ്റ് ഡാഷ് we met.
MET, met. Okay. ഓക്കെ, അപ്പോ പെട്ടെന്ന് ചെയ്യാട്ടോ, പെട്ടെന്ന് നല്ല സമയം എടുത്താലും ആലോചിച്ചൊന്ന് നിങ്ങളൊന്ന് ആൻസർ പറയൂ. തെറ്റിക്കോട്ടെ, മിസ്റ്റേക്സ് എന്തായാലും വരെ നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തെറ്റിക്കോട്ടെ, ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ,
Okay, കുറെ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. The girl whom I helped yesterday. Okay. This is the pen that I give you. This is the boy whom while talking to me is my brother. This is the woman whose husband was arrested yesterday. This is the coffee that. Okay. Yeah, clear. Doubt undo. Doubt vannോ? No, doubts ഒന്നുമില്ല, ക്ലിയർ ആണ്. ഓക്കെ, ഡൗട്ട് ഉണ്ട് മാം. ഡൗട്ട് ഉണ്ട്. ഓക്കെ, ആൻസർ പറയാം നമുക്ക് കേട്ടോ. കറക്റ്റ് ആണോ നോക്കണേ. മിക്കതും എല്ലാവരും കുറച്ചൊക്കെ കറക്റ്റ് ആണ്, കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. The girl dash I helped yesterday. ആ സെന്റൻസിന്റെ മീനിങ് എന്താണ്? ഡാഷ് അവിടെ നിൽക്കട്ടെ, ഫിൽ ചെയ്യണ്ട. ഡാഷ് ഉൾപ്പെടെ തന്നെ സെന്റൻസിന്റെ മീനിങ് എന്താണ്? യെസ്റ്റർഡേ ചെയ്തത് ആരെയാണ്? ഓക്കെ, ഞാനിതിൽ ഹെൽപ്പ് ചെയ്തത് ആ പെൺകുട്ടിയാണ് അല്ലെ? ആ ഒരു മീനിങ് ആണ് വരാം. ഞാൻ ഇന്നലെ ഹെൽപ്പ് ചെയ്തത് ആ പെൺകുട്ടിയാണ് എന്നാണ് മീനിങ് വരാം. അപ്പോ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് whom ആണ്. The girl whom I helped yesterday. The girl whom I helped yesterday. Okay, അപ്പൊ whom ആണ് അവിടെ ആൻസർ വരാം. നെക്സ്റ്റ്, this is the pen that I gave you. That ആണ് വരാം കേട്ടോ. This is the pen that I gave you. That all which use ചെയ്യാം. Okay, then this is the boy who is talking to me is my brother. എന്നോട് സംസാരിച്ചത് എന്റെ ബ്രദർ ആണ് അല്ലെ. This is the boy who is talking to me is my brother. Then this is the woman whose husband was arrested. ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് ആണ് അല്ലെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ ഫസ്റ്റത്തെ ആൻസർ whom, and the second one which or that, and the third one who, and the fourth one whose ആണ്. And the last one, this is the cafe where ആണ് ട്ടോ. This is the cafe where we met. Okay, അപ്പൊ ആൻസർ പറഞ്ഞപ്പോ കുറച്ച് കൺഫ്യൂഷൻ വന്നോ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അതായത് ഫസ്റ്റത്തെ മീനിങ് നിങ്ങൾ ഡാഷ് അവിടെ വെച്ചിട്ട് തന്നെ ഇതിന്റെ മീനിങ് നോക്കാം. ഞാൻ ഇന്നലെ ഹെൽപ്പ് ചെയ്തത് ഈ പെൺകുട്ടിയാണ് എന്നാണ് മീനിങ് വരാം. ഞാൻ ഇന്നലെ സഹായിച്ചത്, ഹെൽപ്പ് ചെയ്തത് ഈ പെൺകുട്ടിയാണ്. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. അതായത് ദ ഗേൾ എന്ന ആൻസർ വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നുണ്ടോ? ചോദിക്കാലോ. ഇന്നലെ ഹെൽപ്പ് ചെയ്ത് ആരെയാണ് എന്ന് ചോദിക്കാം അല്ലെ. ആരെ എന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ദ ഗേൾ ആണ്. അപ്പൊ ആരെ എന്ന ഏതാണ് അപ്പൊ വരാം? ആരെ എന്ന മീനിങ് ഉള്ള വേർഡ് ഏതാണ്? ഏത് റിലേറ്റീവ് പ്രോണൗൺ ആണ്? whom ആണ്. ഓക്കെ, അപ്പൊ whom ആണ് അവിടെ ആൻസർ. മിസ്സേ, അപ്പൊ ഹൂമിന്റെ മീനിങ് എന്തുട്ടാ? ആരെന്ന് തന്നെയല്ലോ ഹൂമിന്റെ മീനിങ്ങും? അതെ, whom ആരെ, who ആര്, whose ആരുടെ. ഹൂം ആരെന്നല്ലേ? അതെ, ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ who ആര്, whom ആരെ, whose ആരുടെ. Please mute yourself. മ്യൂട്ട് ചെയ്യൂ, എല്ലാവരും മ്യൂട്ട് ചെയ്യൂ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും, ഞാൻ പറഞ്ഞ ക്ലിയർ ആവില്ല കേട്ടോ. അപ്പൊ ഹു ആര്, ഹൂം ആരെ, ഹൂസ് ആരുടെ എന്നാണ് മീനിങ്. അപ്പൊ ഫസ്റ്റ് ആൻസർ കിട്ടി ഹൂം ആണ്, ആരെയാണ് ഹെൽപ്പ് ചെയ്തത്, ആ പെൺകുട്ടിയാണ്. നെക്സ്റ്റ് വൺ തിങ്സ് അല്ലെങ്കിൽ ആനിമൽസ് ആണ്. അപ്പൊ പെൻ ആണ് വന്നിരിക്കുന്നത്. പെൻ ആയതുകൊണ്ട് ഒരു തിങ് ആണ്. വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം. ഓപ്ഷനില് ഏതാണോ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആയിരിക്കും ഓപ്ഷനിൽ വരാം, അല്ലാതെ വിച്ചും ദാറ്റും ഒരുമിച്ച് ഓപ്ഷനിൽ വരില്ല കേട്ടോ. അപ്പൊ ഓപ്ഷനിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ദിസ് ഇസ് ദ ബോയ് who is talking to me is my brother. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നത് എന്താണ്? ആരാണ് നിന്നോട് സംസാരിച്ചത്? ആരാണ്? അപ്പൊ ആൻസർ എന്താണ്? ബോയ് ആണ്. ഈ ബോയ് ആണ് എന്നോട് സംസാരിച്ചത്. അപ്പൊ ആര്? ഹൂ ആണ്. അപ്പൊ അവിടെ ആൻസർ ഹൂ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദിസ് ഈസ് ദ വുമൻ ഡാഷ് ഹസ്ബൻഡ് വാസ് അറസ്റ്റഡ്. ആരുടെ ഹസ്ബൻഡിനെയാണ് അറസ്റ്റ് ചെയ്തത്? ഇന്നലെ അറസ്റ്റ് ചെയ്തത് ആരുടെ ഹസ്ബൻഡിനെയാണ്? ആൻസർ വുമൺ. അപ്പൊ ചോദിക്കുന്നത് എന്താ? ഹൂസ് ആണ് അല്ലെ. അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ
whose ആണ്. നെക്സ്റ്റ് ദിസ് ഈസ് ദ കഫേ വേർ വി മാറ്റ്. എവിടെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് അല്ലെ? കഫേ. ഓ വെയർ. ക്ലിയർ ആയോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മാം ഫസ്റ്റ് വൺ ആണോ ഹൂ ആണോ? ഹൂം ആണ്. WHOM. ഹൂം. ആരെ? ആരെയാണ് ഇന്നലെ സഹായിച്ചത്? ഹൂം. ഓക്കെ, എല്ലാത്തിനും മീനിങ് എഴുതി വെക്കുക, അപ്പൊ കൺഫ്യൂഷൻ വരില്ല കേട്ടോ. ഹൂം ആരെ, ഹൂസ് ആരുടെ, ഹൂ ആര്. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാം, ആൻസറും എഴുതാം കേട്ടോ. ഓക്കെ, എന്നിട്ട് ആൻസർ ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി വെക്കുക വിത്ത് ആൻസർ. ഓക്കെ, ആൻസർ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ, നമ്പേഴ്സ് ഇട്ട് ടെക്സ്റ്റ് ചെയ്താലും മതി. ഓക്കെ.
മിസ് ആറാമത്തെ ക്വസ്റ്റ്യൻ ഡു യു ഹാവ് ദ ഗിഫ്റ്റ് എന്നാണോ? ഗിവ് എന്നാണ് മിസ് ടൈപ്പ് ചെയ്തത്. ഡു യു ഹാവ് ദ കീസ് ആണ് കേട്ടോ. അത് കീ ആണേ, താക്കോലാണ് കീ. ഓക്കെ, ഡു യു ഹാവ് ദ കീസ് ഡാഷ് ഐ ഗേവ് യു. ഓക്കെ, കംപ്ലീറ്റ് ആയോ? കുറച്ച് പേരുണ്ട് ടെക്സ്റ്റ് ചെയ്യാനുണ്ട്. കുറച്ച് പേര് മാത്രമേ അയച്ചിട്ടുള്ളൂ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? നമുക്ക് ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോണൗൺ പഠിക്കാൻ പറ്റൂ കേട്ടോ. കുറച്ചു അത്യാവശ്യം ഒരു കൺഫ്യൂസിങ് ആണ്, എന്നാൽ കുറച്ച് ഡിഫിക്കൽറ്റിയും കൂടിയാണ്. എന്നാൽ പഠിച്ചാൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ കൂടിയാണ്. മാക്സിമം നന്നായിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. ഓക്കെ, ക്ലിയർ? മൂന്നാമത്തെ Third one, do you know the person dash I saw at the party? ആണോ? അതാണോ അതെ അതെ. ആൻസർ ആണോ? ആൻസർ ഞാൻ പറയാം കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം ഞാൻ ആൻസർ പറയാവേ.
ഓക്കെ, ആൻസർ പറയാം നമുക്ക്. The first one, the book that I bought yesterday. ഇവിടെ എന്താണ്? തിങ് ആണ് അല്ലെ? ബുക്ക് ഈസ് തിങ്. ഓക്കെ, അപ്പൊ തിങ്സ് ഓർ ആനിമൽസ് ആണെങ്കിൽ നമുക്ക് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ യൂസ് ദിയർ ദാറ്റ്. The book that I bought yesterday. So the answer is which or that. Which അല്ലെങ്കിൽ that യൂസ് ചെയ്യാം കേട്ടോ, മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. വിച്ച് അല്ലെങ്കിൽ ദാറ്റ്, കുറച്ച് വിച്ച് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ദാറ്റ് ആണ് കറക്റ്റ് ആണ്. അപ്പൊ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് വി ക്യാൻ യൂസ് വിച്ച് ഓർ ദാറ്റ്. The next one is she is the friend dash I helped me. She is the friend dash I helped me. എന്താണ് ഇതിന്റെ മീനിങ്? എന്താ വരാ? ഈ പെൺകുട്ടിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഷീ ഈസ് ദ ഫ്രണ്ട് ഡാഷ് ഹെൽപ്പ് മീ. അപ്പൊ ആര് എന്ന് ചോദിക്കാം. സോ ദ ആൻസർ ഈസ് ഹൂ. ഷീ ഈസ് ദ ഫ്രണ്ട് ഹൂ ഈസ് ഹെൽപ്ഡ് മീ ട്ടോ. ഒരു ഈസ് ഉണ്ട്, അത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഷീ ഈസ് ദ ഫ്രണ്ട് ഹൂ ഈസ് ഹെൽപ്ഡ് മീ. And the next one, do you know the person dash I saw the party? Do you know the person dash I saw at the party? പാർട്ടിയിൽ വെച്ച് കണ്ടത് ആരെയാണ്? ഓക്കെ, സോ ആരെ എന്ന് ചോദിക്കുമ്പോ ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ? Who. Yeah, who. So do you know the person whom I saw at the party? It's the correct answer. And the next one is this is the house dash I grew up. Answer? Where. Yeah, where? എവിടെയാണ്? So where? This is the house where I grew up. And the next one is he is the doctor dash I treated my father. എന്റെ അച്ഛനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ ആണ്. Who ആണ്? ആരാണ് അല്ലെ? എന്റെ അച്ഛനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ ആരാണ്, അല്ലെങ്കിൽ ആരാണെന്ന് ചോദിക്കാം. He is the doctor who treated my father. Correct. Then do you have the keys dash I gave you? Do you have the keys dash I gave you? ഞാൻ തന്ന കീസ് അല്ലെ കയ്യിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം കേട്ടോ. കീ ആണല്ലോ, തിങ്ക് അല്ല, അപ്പൊ കീ ആണ്. വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം. ദാറ്റ് ഐ ഗേവ് യു. This is the friend dash I was telling you about. This is the friend dash I was telling you about. ഇതിനെ കുറിച്ച് പറഞ്ഞ ഒരു ഫ്രണ്ടിനോടാണ് അല്ലെ. അപ്പൊ എന്താ ചോദിക്കുക? എന്തിനാ ആൻസർ എന്താ വരാ? ആരെയാണ്, ആരെ കുറിച്ചാണ് അല്ലെ, ആരെ കുറിച്ചാണ് പറഞ്ഞതെന്നാ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ ഹൂമാണ്, ആരെ കുറിച്ചാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, ഹൂമാണ് ട്ടോ. And the next one, the girl dash won the race is my cousin. Who? ആരാണ് ജയിച്ചത് അല്ലെ? won the race is my cousin. ജയിച്ച കസിൻ ആരാണ്? അപ്പൊ പെൺകുട്ടിയാണ്. അപ്പൊ ആരെന്നാണ്? ഹൂസ് ആണ്, സോറി ഹൂ ആണ്. And the next one, the document dash you need is on the table. As a thing, document is a thing. We can use the relative pronoun is which or that. Okay. And the next one, the person I spoke to on the phone was very helpful. The person dash I spoke to on the phone was very helpful. അതായത് ഞാൻ ആരോടാണ് സംസാരിച്ചത്, സോറി ആരെയാണ്, I spoke to on the phone was very helpful. ആരോടാണ് അല്ലെങ്കിൽ ആരെയാണ് ഫോണിൽ സംസാരിച്ചത്? whom ആണ് ട്ടോ. The person whom I spoke to on the phone was very helpful. Okay. And she is the one dash organized the event. ആരാണ് ഇവന്റ് ഓർഗനൈസ് ചെയ്തത്? She. So the answer is who. Clear? സോറി എന്നൊരു ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് എന്ത് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടെ നമുക്ക് എക്സാമ്പിൾസ് നോക്കിയിട്ട് വരാം. ഞാൻ നമുക്ക് കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. കുറച്ചു പേർക്കെങ്കിലും ഡൗട്ട് കാണും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്താണ് റിലേറ്റീവ് പ്രോണൗൺ? ഇപ്പോ ഇന്ന് നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതിനെ കുറിച്ച് ഒന്ന് ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യാവോ? ഒരു 1-2 പേരൊന്ന് ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യും. ഓക്കെ. മനസ്സിലായത് എന്താണോ അതിനെ കുറിച്ചൊന്ന് പറയും.
Good morning, ma'am. My name is Rashida Samdani. I am from Trivandrum. ഇന്ന് മാം ക്ലാസ്സിൽ എടുത്തത് റിലേറ്റീവ് പ്രൊണൗണിനെ പറ്റിയാണ്. രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്യാൻ യൂസ് ആക്കുന്നതാണ് റിലേറ്റീവ് പ്രൊണൗൺ. ഇപ്പൊ ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിൽ ഹൂ, ഹൂസ്, ഹൂം ഒക്കെയാണ് യൂസ് ആക്കുന്നത്. ഇനിയിപ്പോ തിങ്സ്, അനിമൽസ് ഒക്കെ ആണെങ്കിൽ വിച്ച്, ദാറ്റ് ഒക്കെയാണ് യൂസ് ആക്കുന്നത്. പ്ലേസ് ആണെങ്കിൽ വെയറും യൂസ് ആക്കാം. അതിനെപ്പറ്റി മാം കുറെ എക്സാമ്പിൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദ ഗേൾ ഹൂ ഹെൽപ്ഡ് ദ ഗേൾ ഹൂം ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ. ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഹൂം. ആദ്യം നമ്മൾ ആ സെന്റൻസ്, നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒരു മീനിങ് നമ്മളൊന്ന് മലയാളത്തിൽ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ഏകദേശം ഒന്ന് പിടികിട്ടും. അപ്പം ഈ ക്വസ്റ്റ്യൻ തന്നെ, ദ ഗേൾ ഹൂം ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ. ആരെയാണ് ഞാൻ ഇന്നലെ സഹായിച്ചത് എന്നാണ് ആരെ. ഹൂം എന്ന് വെച്ചാൽ ആരെ. ദ ഗേൾ ഡാഷ് ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ. ഡാഷിന്റെ അവിടെ ഹൂം ആണ്. ആരെയാണ് നീ ഇന്നലെ സഹായിച്ചത്. അപ്പൊ അവിടെ ഹൂം എന്നാണ് വരുന്നത്. ഹൂം എന്നുള്ള കണക്റ്റിംഗ് വേർഡാണ് വരുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ദിസ് ഈസ് ദ പെൻ ഡാഷ് ഐ ഗേവ് യു. മാം പറഞ്ഞിട്ടുണ്ട് തിങ്സും അനിമൽസും വരുമ്പോൾ ദാറ്റും യൂസ് ആക്കാം, വിച്ചും യൂസ് ആക്കാം. ഇവിടെ ഇപ്പൊ ദാറ്റോ വിച്ചോ ഏത് വേണമെങ്കിലും യൂസ് ആക്കാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ദിസ് ഈസ് ദ ബോയ് ഡാഷ് ഈസ് ടോക്കിംഗ് ടു മൈ ബ്രദർ. ഇവിടെ ഒരു നമ്മൾ ചിന്തിച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം നമ്മളതിന്റെ മലയാളം നോക്കണം. ദിസ് ഈസ് ദ ബോയ് ഡാഷ് ഈസ് ടോക്കിംഗ് ടു ഈസ് മൈ ബ്രദർ. ആരാണ് എന്റെ ബ്രദറിനോട് സംസാരിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ബോയ്. അപ്പൊ ഹൂ ഈസ് ടോക്കിംഗ് ടു മൈ ബ്രദർ എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ദ ബോയ് ആൻസർ. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കണക്റ്റിംഗ് വേർഡ് ഹൂ. അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ദിസ് ഈസ് ദ വുമൺ ഡാഷ് ഹസ്ബൻഡ് വാസ് അറസ്റ്റഡ് യെസ്റ്റർഡേ. ഇന്നലെ ആരുടെ ഹസ്ബൻഡ്. അപ്പൊ ഹൂസ് ആയിരിക്കും ഇവിടെ പറഞ്ഞ കണക്റ്റിംഗ് വേർഡ്. ദ വുമൺ ദിസ് ഈസ് ദ വുമൺ ഡാഷ് ഹാസ് ഹസ്ബൻഡ് വാസ് അറസ്റ്റഡ് യെസ്റ്റർഡേ. ഒരു സ്ത്രീയുടെ ഹസ്ബൻഡിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ആരുടെ ഹസ്ബൻഡിനെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ പറഞ്ഞത് ഹൂസ് എന്നുള്ള കണക്റ്റിംഗ് വേർഡാണ്. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ദിസ് ഈസ് ദ കഫേ ഡാഷ് വി മെറ്റ്. കഫേ എന്ന് പറയുമ്പോൾ ഒരു പ്ലേസ് ആണ്. പ്ലേസ് വരുമ്പോൾ ഹൗസ് വരുമ്പോൾ ഓഫീസ് അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു പ്ലേസ് ആണ്. പ്ലേസ് വരുമ്പോൾ നമ്മൾ യൂസ് ആക്കുന്ന കണക്റ്റിംഗ് വേർഡ് വെയർ ആണ്. നമ്മൾ എല്ലാ തന്നിരിക്കുന്നതൊക്കെ സെന്റൻസിന്റെ മലയാളം മീനിങ് നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. ചിലപ്പോൾ ഹൂ ആയിരിക്കും, ഹൂസ് ആയിരിക്കും, ഹൂം ആയിരിക്കും, വിച്ച് ആയിരിക്കും, ദാറ്റ് ആയിരിക്കും, വെയർ ആയിരിക്കും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈ സെന്റൻസിന് ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ റാഷിദ. അപ്പൊ കുറച്ചു പേർക്കെങ്കിലും ക്ലിയർ ആയിട്ടുണ്ട്. എന്നാലും കുറച്ചു പേർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്ന് എനിക്കറിയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു ടെൻഷൻ ഒന്നും ആർക്കും വേണ്ട. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് ഫസ്റ്റ് ടൈം നമ്മൾ എടുത്തതിന്റെ ഒരു കൺഫ്യൂഷൻ ആണ്. കുറച്ചുകൂടി എക്സാമ്പിൾസ് ഒക്കെ ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. സോ നമുക്ക് സൈൻ ഔട്ട് പറയാം കേട്ടോ, വൈൻഡ് അപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് sign out. Who is going to sign out today's class? I invite Jubairia to sign out. Hello. Thank you, teachers and all students for the time. Yeah. Okay. So thank you all. See you on the next class. Okay. Bye. Thank you, ma'am.